الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على نبينا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. وقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ കൃത്യമായി ഭയന്ന് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ലോകം ഭാഷാഭേദ്യമില്ലാതെ, പ്രായഭേദമില്ലാതെ ഒരു കായികത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഒരു കാൽപന്ത് കളി ഒരു ഫെസ്റ്റിവലായി മാറിയ ഒരു കാലത്താണ് നമ്മളൊക്കെ ഉള്ളത്. അതിൽ പ്രായമെന്നില്ല, ഭാഷയെന്നില്ല, ദേശമെന്നില്ല, സംസ്കാരമെന്നില്ല. എല്ലാ ആളുകളും ഒരു പന്ത് ചലിക്കുന്ന ഇടത്തേക്ക് മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ആളുകളൊക്കെ അവരുടെ എല്ലാ സമയവും മാറ്റിവെച്ചിട്ട് കളിയെക്കുറിച്ച് കാര്യത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു സമയം. ഇവിടെ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു വേൾഡ് കപ്പ് കടന്നു വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുന്നത് എന്നതിനെ കുറിച്ച് കുറച്ചൊക്കെ ആലോചിക്കാനുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, പ്രത്യേകിച്ച് ഈ വർഷത്തെ വേൾഡ് കപ്പിന്റെ ഒരു ഷെഡ്യൂളൊക്കെ നോക്കുമ്പോൾ ആരും എഴുന്നേൽക്കാൻ സാധ്യതയില്ലാത്ത സമയങ്ങളിൽ ആളുകൾ എഴുന്നേറ്റ് നിന്നിട്ട് കളി കാണുന്നുണ്ട്. അതെന്താണ് നമ്മൾ അന്വേഷിക്കുമ്പോൾ അവർക്കുള്ള അതിയായ ഒരു താല്പര്യമാണ്. അവർക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, എഴുന്നേൽക്കാൻ ആരും വിളിക്കേണ്ടത് പോലുമില്ല. എന്തേ അവരങ്ങനെ ആയിപ്പോയത് എന്ന് നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇന്ന് ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ പഠിക്കുന്ന കാലത്ത് ബഹുവന്യനായ നമ്മുടെ ഉസ്താദ് ഒരു വേൾഡ് കപ്പ് കാലത്ത് കുട്ടികളൊക്കെ വളരെ ആവേശം കൊള്ളുന്ന സമയത്ത് പറഞ്ഞ ഒരു നസീഹത്ത് ഓർമ്മ വരികയാണ്. ഉസ്താദ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഒരു തുകൽപന്ത്, ശൂന്യമായ തുകൽപന്ത്, അത് നിയന്ത്രിക്കുന്ന ഒരു മനുഷ്യനോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് ആളുകളെ ആ കളി കാണാൻ പ്രേരിപ്പിക്കുന്നത്. രാത്രി ഏത് വൈകിയ വേളയിലാണെങ്കിലും ഉറക്കമൊഴിച്ച് എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ ശൂന്യമായ പന്ത് നിയന്ത്രിക്കുന്ന ഒരുവന്റെ ശക്തിയെയും അവന്റെ മികവിനെയും കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കളിക്കുന്നതിന് ഇടയിൽ അയാൾക്ക് അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്, ഫോളുകൾ സംഭവിക്കുന്നുണ്ട്, പരിക്കുകൾ പറ്റുന്നുണ്ട്, അയാൾ അടിക്കുന്ന ഷോട്ടുകൾ പോസ്റ്റിന് പുറത്തു പോകുന്നുണ്ട്, ബാറിൽ തട്ടി തിരിച്ചു വരുന്നുണ്ട്, പലതും സംഭവിക്കുന്നുണ്ട്. ശൂന്യമായ ഒരു പന്തിനെ നിയന്ത്രിക്കുന്നവന്റെ ചാതുര്യത്തിൽ നോക്കി നിൽക്കുമ്പോൾ, അതിനെ ആരാധനയോടുകൂടി നോക്കി നിൽക്കുന്ന നമുക്ക് ഒരു ഗോളമല്ല, ഒരായിരം ഗോളങ്ങൾ, 1000 ഗോളങ്ങൾ, സൂര്യൻ അടക്കം, ചന്ദ്രനടക്കം, ഭൂമിയടക്കം ഒരുപാട് സോളാർ സിസ്റ്റങ്ങളെ ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു അള്ളാഹുവിനെ കുറിച്ച്, ആ നിയന്ത്രിക്കുന്ന നിയന്താവിനെ കുറിച്ച് നമ്മുടെ ആലോചനയിലേക്ക് വരുന്നില്ലല്ലോ. അതൊരു ആരാധനയായി മാറുന്നില്ലല്ലോ. മറ്റൊരു പന്ത്, ആ പന്ത് കളിക്കുന്നവന് ഫൗള് സംഭവിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, കുല്ലും ഫി ഫലകിൻ യസ്ബഹൂൻ, എല്ലാം കൃത്യമായ ഒരു ഗോളത്തിൽ ഇങ്ങനെ കൃത്യമായി പോവല്ലേ. ഏതെങ്കിലും ഒരു സമയത്ത് സൂര്യൻ അസ്തമിക്കാൻ താമസിച്ചു എന്ന് നമ്മൾ പറയുന്നില്ലല്ലോ, ഉദിക്കാൻ താമസിച്ചു എന്ന് പറയുന്നില്ലല്ലോ. ഇന്ന് നമുക്ക് മഴ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്,
ഭൂമി കൃത്യമായി ചെരിഞ്ഞില്ലായിരുന്നെങ്കിൽ കാലാവസ്ഥ മാറി മാറി വരില്ലല്ലോ. ഖുർആന പറയുന്നത് സൂറത്തുൽ മുൽക്കിൽ 68-ാമത്തെ അധ്യായമാണ്, സൂറത്തുൽ മുൽക്ക്. ഇതൊക്കെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ നോക്കൂ. ഒരു വീഴ്ചയുമില്ലല്ലോ, പെനാൽറ്റി ബോക്സിന് പുറത്തു പോകുന്നില്ലല്ലോ, ഒരു ഗോളം പോലും അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യത്തിന് പുറത്തു പോകുന്നില്ലല്ലോ. ഇത് നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആ അള്ളാഹുവിന്റെ ഫാൻ ആവാൻ, അള്ളാഹുവിനെ ആരാധനയോടുകൂടി കാണാൻ. അള്ളാഹുവിന് എത്ര പേരുണ്ട് എന്ന് വെച്ചാൽ ഒരു പക്ഷെ നമുക്ക് അറിയില്ലല്ലോ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ പേരുകൾ കൂടുതലായി പറഞ്ഞ ഖുർആനിക വചനങ്ങൾ ഏതാണ് എന്ന് നമ്മൾ പഠിച്ചില്ലല്ലോ. അതുകൊണ്ട് ഈ വേൾഡ് കപ്പ് കാലത്ത് നമുക്ക് ഒരുപാട് താരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, അവരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, അവരെ ആരാധനയോടുകൂടി നോക്കുന്നുണ്ട്. അവിടെ പോസ്റ്റ് ചെയ്ത് നമ്മൾ ആലോചിക്കേണ്ടത് അതിനപ്പുറത്തേക്ക് ശക്തിയുള്ള അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലല്ലോ എന്നതാണ്. ആ അള്ളാഹു നിയോഗിച്ച പ്രവാചകനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്തേ നമ്മൾ പഠിക്കാൻ മറന്നുപോയത്? നമ്മൾ ആലോചിച്ച് നോക്കി. ഇന്ന് നമ്മുടെ കുട്ടികളോട് നമ്മൾ ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല. ആ കുട്ടികൾക്കൊക്കെ ഓരോ ടീമിലെയും അവർക്ക് ഫേവറേറ്റ് ആയ ഒരു താരമുണ്ട്. ആ താരത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും അവർ പറയും. നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടാണോ? അല്ലല്ലോ. അതേ കുട്ടിയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിനക്ക് എന്തറിയാം എന്ന് ചോദിച്ചാൽ, നമ്മുടെ കുട്ടി, നമ്മൾ ആരാന്റെ കുട്ടിയെ കുറിച്ച് ഒന്നും ആലോചിക്കണ്ട, നമ്മുടെ മക്കളോട് ചോദിച്ചാൽ എത്രത്തോളം അവർ പറയും എന്ന് ആലോചിക്കണം. ഇതൊക്കെ ഒരു സീസണലാണ്. 4 വർഷം കഴിഞ്ഞാൽ അടുത്തൊരു വേൾഡ് കപ്പ് വരും. ഇന്ന് കളിച്ച താരം അടുത്ത വർഷം ഉണ്ടാകണമെന്ന് പോലും ഉറപ്പൊന്നുമില്ലല്ലോ. ഒരിക്കലും അസ്തമിക്കാത്തൊരു താരത്തെ പറ്റിയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞത്. സൂറത്തുൽ ജുമുഅയിലാണ് അല്ലാഹു പറയുന്നത്, നിങ്ങൾക്ക് ഖുർആൻ ഓതി തന്ന പ്രവാചകൻ, നിങ്ങൾക്ക് തസ്കിയത്ത് തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ നമ്മൾ അറിഞ്ഞില്ലല്ലോ. ചില മതവിദ്യാഭ്യാസ മേഖലകളിൽ ഇന്റർവ്യൂവിന് കുട്ടികളെ കൊണ്ടുപോകുന്ന സമയത്ത് ചില അധ്യാപകർ പറഞ്ഞ ചില പ്രതികരണങ്ങൾ ഓർമ്മ വരികയാണ്. കുട്ടികളോട് ചോദിക്കും, അവരുടെ പല അവരുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇടയ്ക്ക് പ്രവാചകനെ കുറിച്ച് ചോദിക്കും, ആയിഷ ബീവി ആരാണ് എന്ന് കുട്ടികളോട് ചോദിക്കും. പല കുട്ടികളും പറയുന്ന മറുപടി, ആയിഷ ബീവി പ്രവാചകന്റെ മകളല്ലേ എന്ന് വളരെ വളരെ കോൺഫിഡൻസോടുകൂടിയാണ് അവർ പറയുന്നത്. പ്രവാചകന്റെ മകളല്ലേ ആയിഷ എന്ന് പറയുമ്പോൾ തിരുത്താൻ അത് മകളാണോ എന്ന് നമുക്കറിയണ്ടേ? നമ്മൾ പഠിച്ചില്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര ഭാര്യയുണ്ട് എന്ന് നമുക്ക് പോലും അറിയില്ലല്ലോ. നമ്മുടെ മക്കളെ പഠിക്കാൻ വരട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 11 ഭാര്യമാർ ഉണ്ടായിരുന്നു. ആ ഭാര്യമാരുടെ പേരുകൾ നമുക്കറിയാം. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നാണ് പറയുന്നത്. നമ്മൾ ആലോചിച്ചു, നമ്മുടെ ഉമ്മമാർ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ആ ഉമ്മമാരുടെ പേര് നമുക്ക് അറിയാതായി പോയാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെ കുറിച്ച് നമുക്ക് അറിയാതായി പോയാൽ, ഒരു സ്റ്റാറിന്റെ ക്ലബ്ബ് ഏതൊക്കെ കാലത്ത് മാറി വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് ഉണ്ടായ വിജയങ്ങൾ എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ വിജയങ്ങൾ നമുക്കറിയോ? ഫത്ഹ് മക്കയെ കുറിച്ച് ഖുർആൻ ഒരു അധ്യായം തന്നെ ഇറക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ വിജയങ്ങളായിട്ട് പല വിജയങ്ങളും പറഞ്ഞിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എവിടെയൊക്കെയോ നമ്മൾ പഠിക്കാൻ മറന്നുപോയിട്ടുണ്ട്. അത് കുട്ടികളെ കുറ്റം പറയുകയല്ല, ഒരു വേള മാതാപിതാക്കളെ പോലും കുറ്റം പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. കാരണം പ്രബോധകരായ ആളുകൾ കൂടെ നമ്മൾ ആലോചിക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ സമൂഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പ്രവാചകരെ കുറിച്ച് അറിയാൻ, കൗതുകത്തോടെ മനസ്സിലാക്കാൻ, പഠിക്കാൻ സൂറത്തുൽ ഹുജറാത്ത് വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായമാണ്. ആ അധ്യായത്തിൽ അള്ളാഹു പറയാണ്, വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്. വിശുദ്ധ ഖുർആനാണ് പറയുന്നത്, വഅലമു, നിങ്ങൾ അറിയണേ, അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങൾക്കിടയിൽ അള്ളാഹുവിന്റെ റസൂല് ജീവിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ റസൂൽ അങ്ങ് ജീവിച്ചാൽ നിങ്ങൾ തന്നെ പെട്ടുപോയായിരുന്നു. നിങ്ങൾ പറയുന്നത് പോലും പ്രവാചകൻ ചില സമയത്ത് അവഗണിക്കുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞത്, പക്ഷേ ആ പ്രവാചകനോടുള്ള ഒരു സ്നേഹം നിങ്ങളുടെ മനസ്സിലില്ലേ? ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, അല്ലാഹു നിങ്ങൾക്ക് ഈമാനിനെ ഇഷ്ടമാക്കി തന്നില്ലേ? وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون فضلا من الله ونعمة والله عليم حكيم. സൂറത്തുൽ ഹുജറാത്ത് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കിടയിൽ ഉണ്ട്. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു റസൂൽ ഉണ്ട് എന്ന് നിങ്ങൾ അറിയണമായിരുന്നു, പഠിക്കണമായിരുന്നു. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെന്നില്ലാതെ ഇഷ്ടമുണ്ടാകണമായിരുന്നു. എത്രയോ നബിദിനാഘോഷങ്ങൾ പൊടിപൊടിക്കുന്ന നാടാണിത്. ആ ആഘോഷങ്ങൾ നടത്തുന്നവർ മനസ്സു തൊട്ട് ആലോചിച്ചു നോക്കൂ. ആഘോഷങ്ങൾക്ക് പിറകെ പോയി നമ്മുടെ സമയം കളഞ്ഞു എന്നതിനപ്പുറത്തേക്ക് പ്രവാചകനെ കുറിച്ച് നമ്മൾ പഠിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം.
പക്ഷെ സഹാബാക്കളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ വലിയ അത്ഭുതമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന സമയത്ത് അവർക്കിടയിൽ ഉണ്ടായിരുന്ന, പ്രവാചകന്റെ അവസാന കാലത്ത് ഉണ്ടായിരുന്ന തർക്കം എന്താണ് എന്ന് ആലോചിച്ച അത്ഭുതമാണ്. പ്രവാചകന്റെ തലയിൽ എത്ര മുടിയായിരുന്നു നരച്ചത് എന്നാണ് ചർച്ച. ഇത് ഹദീസിൽ കാണുന്ന ചർച്ചയാണ്. ഇബ്നു ഉമർ പറയുന്നത് 16 മുടിയാണ് നരച്ചത്. അബൂദാവൂദ് എടുത്തു നോക്കിയാൽ ഈ 2 ഹദീസും അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പോഴാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് 16 അല്ല 20 മുടിയുണ്ട്. അപ്പോൾ ആലോചിച്ചു, ഒരു മുടി എങ്ങനെ നമ്മൾ എണ്ണുക? അതുപോലും എണ്ണിയിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിരുന്നപ്പോൾ എന്നാണ്. ആലോചിച്ചു, മുടിയെണ്ണിയ അനുചർ പ്രവാചകന്റെ ജീവിതം എണ്ണാൻ മറന്നു പോകില്ലല്ലോ, പ്രവാചകന്റെ വിജയം എണ്ണാൻ മറന്നു പോകില്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല പേരുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പ്രവാചകനെ കുറിച്ച് എഴുതി തീർത്ത ഒരു പുസ്തകം വലിയ അത്ഭുതമാണ്. സാദുൽ മആദ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. അദ്ദേഹം അത് എഴുതുന്നത് ഒരു യാത്ര നടത്തുമ്പോഴാണ്. നമുക്കത് വായിക്കുമ്പോൾ വലിയ അത്ഭുതം തോന്നും. അദ്ദേഹം യാത്ര നടക്കുമ്പോൾ ഒട്ടകത്തിന്റെ പുറത്ത് യാത്രയിൽ ഒരു കിതാബുകളും ഇല്ലാത്ത സമയത്ത് പ്രവാചകനെ കുറിച്ച് ഡീറ്റെയിൽ ആയി എഴുതിയിരിക്കുന്നു. തുടക്കം, പ്രവാചകന് എത്ര പേരുകളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വിശുദ്ധ ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ പറയുന്നതാണ്, ഹദീസിന്റെ വചനങ്ങളിൽ. അന മുഹമ്മദ് വന അഹമ്മദ് വഅനൽ മാഹി വഅനൽ ഹാശിർ വഅനൽ വാക്കിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 5 പേരുകൾ ഒരൊറ്റ ഹദീസിൽ കാണാം. മറ്റു പല പേരുകളും ഉണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകനെ കുറിച്ച് എഴുതിയ കിതാബുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ പ്രവാചകനിലേക്ക് നമ്മുടെ കുട്ടികളുടെ ശ്രദ്ധ തിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് എന്തിനോട് ഒരു ആരാധന ഉണ്ടാകും, സ്വാഭാവികമാണ്. എന്തെങ്കിലും കൗതുകമുള്ളതിനോട് ആരാധന ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ ആരാധന ഉണ്ടായാൽ അതിലേക്ക് ലഹരി എന്ന കണക്ക് ആളുകൾ വീണു പോകുന്നതും സ്വാഭാവികമാണ്. നമ്മൾ പ്രണയകാവ്യങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ മജ്നൂൻ ലൈലയെ കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. മജ്നൂൻ ലൈല എന്ന് പറയുന്ന പെണ്ണിനെ പ്രേമിച്ച മജ്നൂനായ ഭ്രാന്തനായി പോയ ഖൈസ് ഇബ്നു മുലവ്വഹ് എന്ന് പറയുന്ന ഒരു കവിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് വളരെ കൗതുകമായി പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കൽ ആളുകളൊക്കെ ദുഹർ നമസ്കാരത്തിന് വേണ്ടി ഇങ്ങനെ ജമാഅത്തായിട്ട് നമസ്കരിക്കുകയാണ്. ഒരു മൈതാനത്താണ് നമസ്കരിക്കുന്നത്. ആ സമയത്ത് ഈ മജ്നൂൻ ആ സൈഡിലൂടെ നടന്നു പോകുന്നുണ്ട്. എല്ലാവരും നിസ്കരിക്കുന്ന സമയമാണ്. ആളുകളൊക്കെ ദുഹർ നമസ്കാരത്തിൽ മജ്നൂൻ ഇങ്ങനെ കടന്നു പോകുന്ന ആളുകളൊക്കെ നോക്കുന്നുണ്ട്. നിസ്കാരമാണെങ്കിലും മജ്നൂൻ പോകുന്നതാണ് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിസ്കാരം കഴിഞ്ഞ ഉടനെ എല്ലാവരും മജ്നൂന്റെ അടുത്തേക്ക് പോയി. അങ്ങനെയാണല്ലോ, ഇവിടുത്തെ ജമാഅത്തിന് പങ്കെടുത്തില്ലെങ്കിൽ ഓൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം പോകുന്നത്. ഇല്ല, ഇവിടെ ഒരു ജമാഅത്ത് നമസ്കാരം നടന്നിട്ട് നീ ഈ ജമാഅത്തിന് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണോ എന്ന് മജ്നൂനോട് ചോദിച്ചപ്പോൾ മജ്നൂൻ കൗതുകത്തിൽ പറയണം, ജമാഅത്ത് നമസ്കാരവും ദുഹറോ എപ്പോ സംഭവിച്ചു, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് മജ്നൂൻ പറഞ്ഞ വാക്ക് ചരിത്രത്തിൽ കൊത്തിവെക്കേണ്ടത് അവിടെ ഇരിക്കട്ടെ, നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ കൊത്തിവെക്കണം. മജ്നൂൻ പറയാണ്, ഞാൻ എൻ്റെ ലൈലയെ പ്രണയിക്കുന്ന ആ സമയത്ത്, ലൈലയെ കുറിച്ച് ചിന്തിക്കുന്ന ആ സമയത്ത് ഇവിടെ ജമാഅത്ത് നമസ്കാരം നടന്നതുപോലും ഞാൻ കണ്ടില്ല. എൻ്റെ ലൈലയെ പ്രണയിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ അള്ളാഹുവിനെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ ഇതിലൂടെ നടന്നത് നിങ്ങൾ അറിയുകയും ചെയ്യുമായിരുന്നില്ല. പക്ഷെ അങ്ങനെ സ്നേഹമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പോകുന്നത് വരുന്നത് നിങ്ങൾ കണ്ടു. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനേക്കാളേറെ ഞാൻ എന്റെ ലൈലയെ പ്രണയിച്ചിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്തായി കുനിഞ്ഞതും എണീച്ചതും ഞാൻ കണ്ടതേയില്ല. എന്നല്ലേ ഇന്ന് ലൈല മജ്നൂൻ പറഞ്ഞു എന്നാണ് ചരിത്രം. നമ്മൾ ആലോചിച്ചു. അതുകൊണ്ടാണ് മജ്നൂനെ കുറിച്ച് ചില കവിതകൾ കാണാൻ, ലൈല താമസിച്ച വീടുകളെപ്പോലും ചുംബിക്കുമായിരുന്നു മജ്നൂൻ. എന്നിട്ട് പറയുന്നത്, ഈ വീടിനെ ചുംബിക്കുന്നത് ഈ വീടിന്റെ ഇഷ്ടികകളോടുള്ള ഇഷ്ടമല്ല, വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ, ഈ വീടകത്ത് താമസിച്ച ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ ഓർമ്മകൾ തികട്ടി വരുമ്പോൾ, എന്തെന്നില്ലാതെ പ്രണയം ഇങ്ങനെ തികട്ടി വരുമ്പോൾ ഞാൻ അറിയാതെ ചുംബിച്ചു പോയതാണ് എന്നാണ്. ആളുകൾക്ക് പ്രണയം ഉണ്ടാകാം, ആളുകൾക്ക് ചിന്തകൾ ആ രീതിയിൽ ഫാൻ ബേസുകൾ ഉണ്ടാകാം, ആരാധന ഉണ്ടാകാം. നമ്മൾ ആ ആരാധനയെ തിരിച്ചു വിടുന്നത് വിജയിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. അതുകൊണ്ടാണ് വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. കൗതുകത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒന്നും കൂടി അറിയണമല്ലോ എന്ന ആഗ്രഹത്തിൽ ഇമാം തിർമിദി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രവാചകന്റെ സവിശേഷതകൾ മാത്രം ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥമുണ്ട്. ഹദീസിന്റെ ഗ്രന്ഥമാണ്, ഇംഗ്ലീഷിലൊക്കെ ലഭ്യമാകുന്ന ഗ്രന്ഥമാണ്. മറ്റൊക്കെ നമ്മൾ വായിക്കണം. അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഗുണങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് വലിയ അത്ഭുതം തോന്നും. സഹാബാക്കൾ പറയുന്നത്, ഇത്രയും തിരക്കുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്തെ 3ആയി ഭാഗിക്കുമായിരുന്നു. ഒരു ഭാഗം അള്ളാഹുവിന്, ഒരു ഭാഗം കുടുംബത്തിന്, 3ാമത്തെ ഭാഗം സ്വന്തം ആവശ്യങ്ങൾക്ക്. ഈ 3ാമത്തെ ഭാഗം തന്നെ പലതായി തിരിക്കുമായിരുന്നു. ജനങ്ങളെ കേൾക്കാൻ, അവർക്ക് മറുപടികൾ കൊടുക്കാൻ, ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് കൂടിയ മനുഷ്യരോട് പറയുമായിരുന്നു, ബല്യുമൂനി, നിങ്ങൾ ആവശ്യമുള്ളവരുടെ ആവശ്യം എന്നിൽ അറിയിക്കണം.
ഒരുപക്ഷെ അവർക്ക് നേരിട്ട് പറയാൻ നാണം ഉണ്ടാകും, മടിയുണ്ടാകും, ലജ്ജയുണ്ടാകും. നിങ്ങൾ പറഞ്ഞു തരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. അവരുടെ ആവശ്യങ്ങൾ പ്രവാചകൻ നിറവേറ്റിയിരുന്നു. സാറ അബൻ ലഹും, അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാപ്പയായിരുന്നു. എന്താണ് അൻത ഉമ്മുൻ അം അബൂക് മാ റഅയ്നാ ഫീഹിമ. ചില കവിതാ ശകലങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, അങ്ങ് വാപ്പയാണോ അങ്ങ് ഉമ്മയാണോ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ. രണ്ടിലും നമ്മൾ അങ്ങയെ കണ്ടിട്ടില്ല, പക്ഷേ ആ വാപ്പയേക്കാൾ ഉമ്മയേക്കാൾ എന്തോ ഒരു സ്നേഹം അങ്ങയോട് നമുക്ക് തോന്നുന്നുണ്ട് എന്ന് ചില പ്രവാചക മദ്ഹ് ഗീതങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിച്ചാൽ അടങ്ങാത്ത അഭിനിവേശം ഉണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ടാൽ എന്തെന്നില്ലാതെ പഠിക്കാനുള്ള ഒരു ത്വരയുണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ആര് വന്നിരുന്നാലും പ്രവാചകൻ ഒരാളെ മാത്രം പരിഗണിക്കാറില്ല. ആ സദസ്സ് വിട്ട് എഴുന്നേറ്റ് പോകുന്ന ആള് ചിന്തിക്കുക, പ്രവാചകൻ ഏറ്റവും കൂടുതൽ ഗൗനിച്ചത് എന്നെയാണ് എന്നാണ്. അങ്ങനെയാണ് അയാൾക്ക് തോന്നുക. അതുകൊണ്ടാണല്ലോ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് നമുക്ക് അറിയാം. അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു, റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്, എന്റെ പേരൊന്ന് പറയും എന്ന് ഉറപ്പിച്ചിട്ടാണ് അംർ ഇബ്നു ആസ് അത് ചോദിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞത് ആയിഷ എന്നാണ്. നമ്മൾ ആലോചിക്കുക, ഒരിക്കലും ഒരു മനുഷ്യൻ ഭാര്യയാണ് ഇഷ്ടമെങ്കിലും സദസ്സിന്റെ മുമ്പിൽ അത് ഒരിക്കലും പറയൂല. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയെ ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഭാര്യയോടാണ് ഇഷ്ടം എന്ന് പറയുന്നത് ആണത്തമാണ് എന്ന് കൂടെ പഠിപ്പിച്ചു കൊടുക്കുക. ആരെയൊക്കെ ഇഷ്ടമാണെന്ന് നമ്മൾ പറയും, നമ്മളെ ഫാൻ ബേസുള്ള ആളുകൾ പറയും, എന്റെ ഉമ്മയെ ഇഷ്ടമാണ് എന്ന് തുറന്നു പറയാറുണ്ടോ, വാപ്പയെ ഇഷ്ടമാണ് എന്ന് പറയാറുണ്ടോ? ഞാൻ എന്റെ ഇന്ന ടീമിലെ ഇന്ന പ്ലെയറിന് വേണ്ടി എത്രയോ കാലം ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എന്റെ മനസ്സിലുണ്ട്, എന്റെ വാൾപേപ്പറിലുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കൂ, പ്രവാചകൻ അത് പറഞ്ഞു. അപ്പൊ സഹാബ അറിയാം, ഞാൻ സ്ത്രീകളെ കുറിച്ചല്ല പുരുഷന്മാരെ കുറിച്ചാണ് ചോദിച്ചത്. അബൂഹ, ആയിഷയുടെ വാപ്പ അബൂബക്കർ സിദ്ദീഖിനെയാണ് എനിക്കിഷ്ടം. വീണ്ടും വീണ്ടും ചോദിച്ചു. എന്നിട്ടും ഈ സഹാബിയുടെ പേരെത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ചോദ്യം അവസാനിപ്പിച്ചു എന്നാണ്. അദ്ദേഹം കരുതിപ്പോയത് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെ ആയിരിക്കുമെന്നാണ്. അങ്ങനെ കരുതുമാറ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു, അടുപ്പിച്ചിരുത്തിയിരുന്നു, കാര്യങ്ങൾ പറഞ്ഞെടുത്തിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനും പഠിക്കാനുമുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇവരുടെ താല്പര്യം നല്ലതാണ്, പക്ഷെ ആ താല്പര്യത്തെ അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്യാൻ കഴിയണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ കളിക്ക് വേണ്ടി നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് കോടികൾ ചെലവഴിക്കുക. ഫ്ലെക്സിന് വേണ്ടി, ബാനറിന് വേണ്ടി, മറ്റു ചില ആഘോഷങ്ങൾക്ക് വേണ്ടി, പരേഡിന് വേണ്ടി, റാലിക്ക് വേണ്ടി. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ആർക്ക് വേണ്ടിയാണോ പൈസ ചെലവഴിക്കുന്നത് അവരിത് അറിയുന്ന പോലുമില്ല. അവർ നമുക്ക് എന്തെങ്കിലും നയാ പൈസ തന്നിട്ടില്ല. നാളെ നമ്മൾ ചെയ്യാനുള്ള ജോലി അവരാരെങ്കിലും വിട്ട് ചെയ്യിപ്പിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ, വല്ലദി ഖലഖനി ഫഹുവ യഹ്ദീൻ, അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഫഹുവ യഹ്ദീൻ വല്ലദി ഹുവ യുത്ഇമുനി വയസ്കീൻ, അള്ളാഹുവാണ് നമുക്ക് തിന്നാൻ തന്നത്, വയസ്കീൻ കുടിക്കാൻ തന്നത്. വഇദാ മരിതു ഫഹുവ യശ്ഫീൻ, നമുക്ക് രോഗം വന്നാൽ നമുക്ക് മാറ്റിത്തരുന്നതും ആ അള്ളാഹുവാണ്. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനുള്ള, അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാനുള്ള, അറിയാനുള്ള ഒരു സന്ദർഭമാക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ഒരു ഫുട്ബോൾ കളി എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ആളുകൾ കേവലം കളി കാണുക എന്നതിനപ്പുറത്തേക്ക് പരസ്പരമുള്ള വൈര്യത്തിന്റെ ഒരു കാലമാണ്. പ്രത്യേകിച്ച് ആളുകൾ പല ക്ലബ്ബുകളാകുന്നു, പല ചേരികളാകുന്നു, പരസ്പരം തെറികൾ വിളിക്കുന്നു, ട്രോളുകൾ ഉണ്ടാക്കുന്നു, പരിഹസിക്കുന്നു. നമ്മൾ ആലോചിച്ചു പോകും, എവിടെയോ നടക്കുന്ന കളികൾക്ക് വേണ്ടി നമ്മുടെ നല്ല ബന്ധങ്ങൾ പോലും നമ്മൾ വെറുതെ നശിപ്പിക്കുക. നല്ല ബന്ധങ്ങൾ നശിപ്പിക്കുക. ആളുകൾക്ക് ചില രാഷ്ട്രീയങ്ങൾ ഉണ്ടാകും, ചില അഭിപ്രായങ്ങൾ ഉണ്ടാകും. അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ യോജിച്ചിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ഒരിക്കൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു പണ്ഡിതനുമായിട്ട് ഒരു സംവാദത്തിൽ ഏർപ്പെടുക. ആ സംവാദത്തിൽ മറുഭാഗത്തുള്ള പണ്ഡിതൻ വളരെ ഒച്ചയെടുത്ത് വളരെ ചൂടായി ഇമാം ഷാഫിയെ അങ്ങനെ പെട്ടെന്നൊന്നും മുട്ടുകുത്തിക്കാൻ കഴിയാത്ത വേദനയിൽ അദ്ദേഹം എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് അവസാനം സംവാദം പിരിയുന്ന നേരത്ത് ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വചനമുണ്ട്. ശരി, നമ്മൾ സംവാദം കഴിഞ്ഞു, നമ്മൾ തർക്കിച്ചു, ശരി, പക്ഷേ ലാ ബഅസ അൻ നകൂന ഇഖ്വാനൻ, ഇനി നമുക്ക് സഹോദരങ്ങളായി പിരിയുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ. നമ്മൾ പറഞ്ഞത് അഭിപ്രായങ്ങളാണ്. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു സംവാദവേദിയിൽ എന്റെ ആഗ്രഹം എന്താണെന്നറിയോ, ആളുകളെ തോപ്പിക്കുക എന്നുള്ളതല്ല. ഒന്നിക്കൽ അയാളുടെ നാവിലൂടെ അല്ലെങ്കിൽ എന്റെ നാവിലൂടെ അള്ളാഹു സത്യം പുറത്തു കൊണ്ടുവരണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. നമ്മൾ ആലോചിച്ചു, എന്റെ നാവിലൂടെ എന്ന് പറഞ്ഞില്ല, എന്റെ എതിരാളിയുടെ നാവിലൂടെ ആയാലും തിരക്കേടില്ല, പക്ഷെ സത്യം പുറത്തു വരണം എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകാം, ചേരിത്തിരിവുകൾ ഉണ്ടാവാം, അതൊരിക്കലും ഒരു അടിപിടിയിലേക്ക്, ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതിലേക്ക് ആയി പോകരുത് എന്നാണ്. നിങ്ങളൊക്കെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇഷ്ടപ്പെട്ട ഒരു ടീം തോറ്റതിന്റെ പേരിൽ ഒരു കുട്ടി തളർന്നു വീണതിന്റെ ഒരു വീഡിയോ ക്ലിപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കുട്ടി തന്റെ ആരാധനയോടുകൂടി കണ്ട ഒരു ടീം
ഫൈനൽ മറികടന്നില്ല, അല്ലെങ്കിൽ പ്രീ ക്വാർട്ടർ കടന്നില്ല എന്ന വാർത്ത കേൾക്കുമ്പോഴേക്ക് തളർന്നു വീണു. ആ കുട്ടിക്ക് ഇന്നൊരു ജീവിതമില്ല, ഇപ്പോഴും ഒരു രോഗക്കിടക്കയിൽ ആ കുട്ടി ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ ആലോചിച്ചു, ഒരു കാര്യത്തെ കൊടുക്കുന്ന സീരിയസ്നെസ്സിന് അപ്പുറത്തേക്ക് നമ്മൾ എടുത്താൽ അത് നമുക്കുണ്ടാകുന്ന ഡാമേജ് ചില്ലറയല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ ഒരു പ്രശ്നം, ചെറിയ ഒരു ഭാരം പോലും താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് പ്രത്യേകിച്ച് പുതിയ തലമുറ കടന്നു വരുന്നത്. എന്തെങ്കിലും ഒരു പ്രയാസം അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. അവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ. വിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങൾക്ക് ഈ ഒരു കളിയല്ലേ, കളി തോക്കാം ജയിക്കാം, അതിനപ്പുറത്തേക്ക് ജീവിതമാകുന്ന കളിയുണ്ടല്ലോ. ജീവിതമാകുന്ന കളിയിൽ എത്ര പരാജയങ്ങൾ ഉണ്ടാകും, എത്ര വിജയങ്ങൾ ഉണ്ടാകും, എത്ര മുസീബത്തുകൾ ഉണ്ടാകും. മിൻ ഖബ്ലി അൻ നബ്റഅഹ, ഇതൊക്കെ അല്ലാഹു ഒരു കിതാബിൽ ആദ്യമേ രേഖപ്പെടുത്തിയതാണ്. എന്നിട്ട് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ, ലകൈ ലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാകും വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. വിശുദ്ധ ഖുർആൻ പറയാണ്, നഷ്ടപ്പെട്ടതോർത്ത് നിങ്ങൾ ഏറെ ദുഃഖിക്കാതിരിക്കാൻ, നിങ്ങൾക്ക് കിട്ടിയതിന് നിങ്ങൾ ഏറെ സന്തോഷിക്കാതിരിക്കാൻ അള്ളാഹു നിങ്ങളെ ചില പരീക്ഷണങ്ങൾ കൊണ്ട് നിറക്കുന്നതാണ്. അള്ളാഹു ചില പരീക്ഷണം തരും. ആ പരീക്ഷണത്തിൽ തോറ്റവരുണ്ടാകും. തോറ്റവർ വിഷമിക്കരുത്, ജയിച്ചവർ മതിമറന്ന് സന്തോഷിക്കരുത്. ഇത് അള്ളാഹു തരുന്ന പരീക്ഷണമാണ്. തോറ്റാൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്, വിജയിച്ചവൻ ഏത് നിമിഷവും തോൽക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പണ്ഡിതൻ പറയുന്നുണ്ട്, നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ നമ്മൾ അള്ളാഹുവിന് തിരിച്ച് തിന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും അള്ളാഹു അടിക്കുമീതെ എനിക്ക് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നീ പേടിക്കണം. അള്ളാഹു എന്തോ നിന്നെ കൊണ്ട് പ്ലാൻ ചെയ്യാൻ പോവാണ്. നമ്മൾ അള്ളാഹുവിന് ഇന്നലെ തെറ്റ് ചെയ്തു, മിന്നാന്നും തെറ്റ് ചെയ്തു, പക്ഷെ എന്നിട്ടും റിസ്ക് മുടങ്ങിയില്ല, ഇന്നലത്തേക്കാൾ സന്തോഷം ഇന്നുണ്ട്, അതിനേക്കാൾ നല്ല ന്യാമത്തുകൾ ഇന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പേടിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. ഇത് വെറുതെ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി തരുന്ന ന്യാമത്തല്ല. സനസ്തദ്രിജുഹും, വഴിയെ അള്ളാഹു നിങ്ങളെ പിടിക്കാൻ പോകുന്നുണ്ട്. സനസ്തദ്രിജുഹും, ഖുർആന്റെ വാക്ക് ദർജ് എന്നാണ്. നമ്മൾ ഗൾഫിൽ പോയാൽ ഗ്രോസറിയിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഓർഡർ ചെയ്താൽ കം ദർജ് എന്ന് ചോദിക്കും. ഏതാണ് നിങ്ങളുടെ ഫ്ലോർ എന്നാ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഓരോ ഫ്ലോറും ഓരോ സ്റ്റെപ്പും അള്ളാഹു കയറ്റി കൊണ്ടുപോവുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഉയരത്തിൽ നിന്ന് നിങ്ങളെ താഴെ ഇടണം. അങ്ങനെ ഇടുമ്പോൾ എന്തെന്നില്ലാത്ത നഷ്ടം നിങ്ങൾക്കുണ്ടാകും. സനസ്തദ്രിജുഹും. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മൾ ഇപ്പോഴും തിന്മ ചെയ്യുമ്പോഴും അള്ളാഹു നിഅമത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അള്ളാഹു, ആ അള്ളാഹുവിനെ നമ്മൾ പഠിച്ചില്ല എന്നതാണ്. മാത്രമല്ല, ഇന്ന് പ്രത്യേകിച്ച് ഫുട്ബോൾ കളി എന്ന് പറയുന്ന ഒരു കായികത്തെ, ഒരു കലയെ ഒരിക്കലും ഇസ്ലാം പൂർണ്ണമായി നിഷേധിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ആളുകൾക്ക് ഫുട്ബോൾ കളിക്കാം, അത് ആരോഗ്യത്തിന് നല്ലതാണ്, ഒരുപക്ഷെ ഒരു വേള അത് കാണാം. പക്ഷെ കാണുന്ന സന്ദർഭത്തിൽ പോലും ആളുകൾ ഇന്ന് രാത്രി ഉറക്കമൊഴിഞ്ഞ് കാണുന്നു, പിറ്റേന്ന് ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടുന്നെങ്കിൽ അത് വളരെ വലിയ ഗൗരവമാണ്. അത് ഗൗരവമാണ് എന്ന് പറയാൻ കാരണം, നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിന്റെ ഒരു ആയത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നും. സൂറത്തു നിസായിലാണ് ആയത്ത്. വിശുദ്ധ ഖുർആൻ ആയത്തിൽ പറയുന്നത്, ഒരു യുദ്ധം നടക്കുകയാണ്. യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ജമാഅത്തായി നമസ്കരിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ആ സൂക്തം പറയുന്നത്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടീം എഴുന്നേറ്റ് നമസ്കരിക്കട്ടെ എന്നാണ്. ഏതാ സന്ദർഭം? യുദ്ധം നടക്കുന്ന സന്ദർഭം. നമസ്കാരം ഒഴിവാക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ തപ്പി നടക്കാൻ, നമസ്കാരം നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. ശരി, എന്നാൽ ജമാഅത്ത് ഒഴിവാക്കാൻ പറ്റുമോ? ജമാഅത്ത് ഒഴിവാക്കാൻ ചില ഉദറുകൾ പണ്ഡിതന്മാരെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ആ ഖുർആൻ പറയുന്നത് യുദ്ധം നടക്കുകയാണ്. യുദ്ധം നടക്കാന്ന് പറഞ്ഞാൽ തല പോകുന്ന കേസാണെങ്കിൽ പോലും ജമാഅത്ത് ഒഴിവാക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് ഖുർആൻ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലെയുള്ള പണ്ഡിതർ പറഞ്ഞത് ജമാഅത്ത് വാജിബാണ്. അത് ഇമാം അഹ്മദിന്റെ അഭിപ്രായമാണ്. സുന്നത്താണെന്ന് പറഞ്ഞ പണ്ഡിതരുണ്ടെങ്കിൽ കൂടി. പക്ഷെ നമ്മൾ ആലോചിച്ചു പോകും, അങ്ങനെ അത്രയും ശക്തമായ ഒരു ജമാഅത്ത്, അത്രയും ശക്തമായ ഒരു ഫർള് ഏതെങ്കിലും കളിയുടെ പേര് നമ്മൾ ഒഴിവാക്കിയാൽ അത് വളരെ ഗൗരവമാണ് എന്നുകൂടെ നമ്മൾ അറിയണം. അതിനപ്പുറത്തേക്ക് മനുഷ്യരെന്ന നിലയിൽ ഒരിക്കലും ഇസ്ലാം വിനോദത്തെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു മതമല്ല. ആളുകൾക്ക് വിനോദിക്കാം, സന്തോഷിക്കാം. ഹലാലായ ദായിറക്കുള്ളിൽ, ഹലാലായ വൃത്തത്തിനുള്ളിൽ വെച്ചിട്ട് ആളുകൾക്ക് അവരുടെ എല്ലാ വിനോദങ്ങളും ആവാം. ഒരുപക്ഷെ ചില ആളുകൾക്ക് കളിയോട് താല്പര്യം ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ തടയരുത്. അവർ കളിക്കണം, വളരണം. ചരിത്രത്തിൽ കാണാം, ഫുദൈൽ ഇബ്നു ഇയാദും അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കും, ഇവർ രണ്ടുപേരും സ്വാത്വികനായ രണ്ട് വലിയ പണ്ഡിതരായിരുന്നു. അതിലൊരാള് യുദ്ധത്തിന് വേണ്ടി രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് പോവാൻ.
അപ്പൊ രണ്ടാമത്തെ കൂട്ടുകാരനെ വല്ലാത്ത വിഷമം, കുറെ കാലമായാലും ഇയാളെ കണ്ടിട്ട്. ഫുദൈലാണെങ്കിൽ എപ്പോഴും ഇബാദത്തിലാണ്, കൂട്ടുകാരൻ രാജ്യത്തിന്റെ അതിർത്തിയിൽ ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഫുദൈൽ തന്റെ കൂട്ടുകാരന് കത്ത് എഴുതുകയാണ്, നിനക്ക് തിരിച്ചു വന്ന് ഇതുപോലെ ഇബാദത്തിൽ കൂടാമായിരുന്നില്ലേ? ഇങ്ങനെ കത്ത് വന്നപ്പോ ഈ കൂട്ടുകാരൻ തിരിച്ച് മറുപടി പറയുന്നുണ്ട്, നീ യാ ആബിദൽ ഹറമൈൻ, രണ്ട് ഹറമിൽ നിന്നും നീ ഇബാദത്ത് ചെയ്യുന്നത് ശരി തന്നെ, നല്ലത് തന്നെ. പക്ഷേ ലൗ അബ്സറത്ത, ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യം നീ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വസ്ത്രങ്ങളാകെ നനഞ്ഞു പോയിരിക്കുന്നു, രക്തങ്ങൾ കൊണ്ടാണ് നനഞ്ഞു പോയത്. ഏത് നിമിഷവും അക്രമികളുടെ മുന്നിൽ പെട്ടുപോകുന്ന സന്ദർഭത്തിലാണ്. ഇതിനൊരു ഫദൽ അള്ളാഹു നൽകിയിട്ടുണ്ട്, ജിഹാദിനുള്ള ഫദൽ. ഒരുപക്ഷെ നീ നിസ്കരിക്കുന്നതിനേക്കാൾ കൂലി എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപക്ഷെ ദീർഘമായി നമസ്കരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ചില ആളുകൾക്ക് കലയോട് താല്പര്യം ഉണ്ടാകും, ചില ആളുകൾക്ക് കായികത്തോട് താല്പര്യം ഉണ്ടാവും, കച്ചവടത്തോട് താല്പര്യം ഉണ്ടാകും. ആ താല്പര്യങ്ങളൊക്കെ ദീനിന് അനുഗുണമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നീയത്തുണ്ടോ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ആ നല്ല നീയത്ത് പ്രകാരം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മവും അള്ളാഹു കൂലി തരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് അത്തരം കലാകായിക രംഗങ്ങളെ, സാഹിത്യ രംഗങ്ങളെ ഒക്കെ ഇസ്ലാമിന് അനുഗുണമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു അത്തരത്തിൽ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏതേത് സന്ദർഭങ്ങളെയും ക്രമപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على نبينا محمد وعلى آله وأصحابه الأبرار. وقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളുടെ ഒരു സിഫത്ത് പറഞ്ഞ കൂട്ടത്തിൽ അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറയാണ്, മുഅ്മിനീങ്ങളോട് കരുണയുള്ളവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് ഖുർആൻ പറയുന്നത്. ഇത് പറയാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റിയാലിറ്റി ആയിട്ട് തന്നെ അംഗീകരിക്കണം. ഇന്നത്തെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ഒരു ഗെയിമിന്റെ പിറകെ നടക്കുമ്പോൾ ഒരുപക്ഷെ മുതിർന്ന ആളുകൾക്ക് എന്തെന്നില്ലാത്തൊരു രോഷമുണ്ടാവാം. ചില ആളുകൾ അത്തരം ചെറുപ്പക്കാരെ ക്ഷമിക്കാം, മക്കളെ ക്ഷമിക്കാം, ഒരുപാട് വഴക്ക് പറയാം. പ്രിയമുള്ളവരെ, നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു സഹാബി, അദ്ദേഹം സഹാബിയാണെന്ന് ഓർക്കണം, അദ്ദേഹം കള്ളു കുടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ശിക്ഷ നടപ്പാക്കി, വീണ്ടും അദ്ദേഹത്തെ കൊണ്ടുവരിക, കള്ളു കുടിച്ചിട്ട് മൂന്നാമത്തെ തവണയും കൊണ്ടുവരികയാണ്. അങ്ങനെ ഒരുപാട് തവണ കൊണ്ടുവന്നപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ലഅനഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തെ ശപിക്കട്ടെ, മാ അക്സറ മാ യുഅ്താ ബിഹി, എത്ര തവണയാണ് ആ മനുഷ്യനെ കൊണ്ടുവന്നത്. ഇത് കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊടുത്തൊരു വാക്കുണ്ട്, അമാ മാ അലിംത് ഫഖദ് അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂൽ, നിങ്ങൾക്കറിയില്ലല്ലോ അദ്ദേഹം അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കുന്ന ഒരു മനസ്സ് അദ്ദേഹത്തിൽ ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഒരുപക്ഷെ തെറ്റ് തിരുത്തി തിരിച്ചു വന്നേക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ തെറ്റ് തിരുത്തുമ്പോൾ പോലും ആളുകളോട് ഏറ്റവും നന്നായി തിരുത്തണം, ഒരിക്കലും ക്ഷമിക്കരുത്. നമ്മുടെ ശാപവാക്കുകൾ ഒരുപക്ഷെ അള്ളാഹുവിന്റെ ഇജാബത്തിന്റെ ഇജാബത്തുള്ള സമയത്താണ് അത് ഒത്തുവരുന്നതെങ്കിൽ മാതാപിതാക്കൾ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ പോലും അള്ളാഹു കബൂൽ ചെയ്യുമെന്നാണ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് പറയാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് തെറ്റിതിരുത്തുമ്പോൾ പോലും സൂക്ഷിക്കണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തവരാണ് നമ്മൾ. അതിലൊരു വചനം കൂടെ പറഞ്ഞ് നമ്മൾ വളരെ കൃത്യമായത് ആലോചിക്കണം. രണ്ട് കൂട്ടുകാരെ കുറിച്ചാണ് സൂറത്തുൽ കഹ്ഫ് പറയുന്നത്. തോട്ടമുള്ളവൻ അതിൽ അഹങ്കരിച്ചുകൊണ്ട് നടക്കുകയാണ്, എന്നാൽ ഇതൊന്നും ഇല്ലാത്തവൻ വിനയത്തോടുകൂടി ജീവിക്കുകയാണ്. ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാദിറുഹു, ഇത് നമ്മൾ ഇന്ന് ഓതിയ വചനമാണ്. ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാദിറുഹു, ഖാല ലഹു അവനോട് പറഞ്ഞു, സാഹിബുഹു അവന്റെ ചങ്ങാതി, സംസാരിച്ചോ കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഉപദേശിച്ചതാണ്. വളരെ മാന്യമായി നടത്തുന്ന ഉപദേശം ഖുർആൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകാരനെ തിരുത്താൻ മറ്റൊരു കൂട്ടുകാരന് കഴിയണം. എല്ലാ ആളുകളും ഈ ഫ്ലെക്സിന് വേണ്ടി, ബാനറിന് വേണ്ടി കോടികൾ ചെലവഴിക്കുമ്പോൾ ഇതൊന്നും ആവശ്യമില്ല, ആരെങ്കിലും സഹായിക്കാൻ പറ്റൂലേ എന്ന് ഒരുപക്ഷെ മുതിർന്നവർ പറയുന്നതിനേക്കാൾ അവന്റെ കൂട്ടുകാരൻ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് ഉണ്ട്.
ഖാല ലഹു സാഹിബുഹു. അതുകൊണ്ട് തിരുത്താൻ കഴിയുന്ന ഇടങ്ങളിൽ മാന്യമായി തിരുത്താൻ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്കൊക്കെ ഏറ്റവും നന്നായി ജീവിക്കാൻ, ഭയപ്പാടോടുകൂടി ജീവിക്കാൻ, നമ്മുടെ ഈ സമയങ്ങളൊന്നും പാഴായി പോകാതെ ആഖിറത്തിന് വേണ്ടി മാറ്റിവെക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, അവരുടെ പരലോക ജീവിതം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ സമയത്തിൽ, നമ്മുടെ മക്കളിൽ, കച്ചവടത്തിൽ എല്ലാവിധ ഖൈറു ബറകാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر. والله يعلم ما تصنعون.